ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡേ 3 ഓഫ് കാസിംഗ്. കാസിങ്ങിൽ ഞങ്ങൾ ഇന്നത്തെ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നാളെ എയർപോർട്ടിൽ പോകണല്ലേ, ഇതല്ലേ ഡേ. കാസിങ്ങിൽ മാത്രമല്ല, തായ്വാനിലെ ലാസ്റ്റ് ഡേ. തായ്വാനിലെ ലാസ്റ്റ് ഡേയിലെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് ഇവിടെ ഒരു ഹോട്ടലിൽ വന്നിട്ട് മാത്രമാണ് ഇവിടെ നിന്ന് ചൂട് ചായ കിട്ടിയത്. അതിൻ്റെ കപ്പിൻ്റെ സൈസാണ് ഇത് കാണുന്നത്. അത് ഇത് സോയ മിൽക്ക്. ഓ, ഇത് ആഡംബോട് ഫുഡ് വന്നു. അയ്യോ, കൈ കഴുകണേ, കൈ തുടക്കട്ടെ കേട്ടോ. ആ, തുറന്നേടൂ. നല്ല ചൂട് ചായ ഓടി വന്നിട്ട് ഇവിടെ അങ്ങനെ പട്ടീന ഭയങ്കര. ഹലോ ഗൈസ്, ഇത് വീഡിയോ ആണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ലോട്ടസ് പോണ്ടില് എന്തെന്നാണ് ഇതിന്റെ പേര്, പവിലിയൻസോ പാഗോഡാസോ ഒന്നും അറിയാതെയാണ് വന്നേക്കണത്. ഇതൊക്കെ നോക്കിയിട്ടുണ്ടേ, ഞാനെല്ലാം മറന്നുപോയി. പറയൂ. അത് അടഞ്ഞിട്ടുണ്ടോ? മെയിൻ്റെനൻസ് ആണ്, അത് കയറ്റൂലായിരിക്കും അല്ലേ? ഇതിന് ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് എന്തൊക്കെയുണ്ട്, ഓരോ സയൻസ് ഉണ്ട്. സ്പ്രിംഗ് ആൻഡ് ഓട്ടം പവിലിയൻ അല്ലേ? ആ, അത് കാണാനാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ വായിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി പോകണം. അയ്യോ എൻ്റെ കൊച്ച്, വാ വാ വാ. അതെന്താ അങ്ങനെ ഒരുമിച്ച് പോവാ? കണ്ടില്ലേ വരുന്നു. ഓ, ആമക്കുട്ടനുണ്ടാ? ഇഞ്ചി, വാ വാ വാ. എന്റെ അമ്മ കൊച്ചാപ്പയുടെ എസ്തെറ്റിക്സ് വന്നാ. കൊച്ചാപ്പയുടെ പുറകിലാരും ഉണ്ട്. പക്ഷെ മതിയായാ? അന്തുറ്റി അന്തുറ്റി വെക്കണില്ലേ? മമ്മി വെക്കും. കണ്ണ് കാണണ്ടേ മമ്മിക്ക്? വെയിലല്ലേ? ഇതൊക്കെയാണ്. ഇതിങ്ങനെ ഡ്രാഗന്റെ വാല്. രസമുണ്ട്, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി കയറി പോകണം. അടുത്ത വ്ലോഗ് എടുക്കുന്ന ഡാഡി. ഇതൊക്കെ എന്തോ, ഇതൊക്കെ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. എന്തെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുള്ള കഥകളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്കതിനെ കഥകൾ ഇവരുടെ സ്റ്റോറീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സും. എവിടെ എഴുതിയേക്കണം? വരച്ചേക്കണതല്ലേ? ആ, എഴുതിയിട്ടുമുണ്ട്. ഓക്കെ, വായിക്കാൻ അറിയില്ലല്ലോ. അത് നമ്മുടെ മാതാവായിരിക്കും. അതെ അതെ, മാതാവ് ഉണ്ണീശോയാണത്. അതെ, മാതാവ് ഉണ്ണീശോയും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവരോട് എന്തോ പറഞ്ഞു, വരം കൊടുത്ത്. എന്നിട്ട് പിന്നെ ഇതാരാന്നറിയില്ല, ഏതൊരു അമ്മൂമ്മ. ഇത് കണ്ണ് കാണാൻ പറ്റണില്ലേ? കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് എന്താ ചെയ്യാ? നല്ല ഭംഗിയായിട്ട് പടമൊക്കെ അല്ലേ, പെയിന്റിങ്സ് ഒക്കെ. ഇനി ഇതിന് ഒരു അതിൻ്റെ ഉള്ളിൽ കൂടി കയറി അപ്പുറത്ത് കൂടി ഇറങ്ങുമ്പോൾ നമ്മൾ പോസിറ്റീവിനെ ഇൻഹേൽ ചെയ്തിട്ട് നെഗറ്റിവിറ്റീനെ പുറത്തേക്ക് കളയണമെന്ന് എന്താ ഉള്ള എന്തോ ഒരു ഐതിഹ്യമാണുള്ളത്. തിരിച്ചു കയറിയാൽ തീർന്നു.
യേശുക്രിസ്തുവിനെ സൂക്ഷിക്കണോ? ഇത് കടലില് ഈശോ അല്ലേ ചെകുത്താനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കറിയാം. ഞാൻ പിടിക്കാതാ. ആണോ? എവിടെ? ആയിരിക്കും. 3 പേര്. എന്തോ ഉണ്ട്. ആയിരിക്കും. എവിടെയോ എത്തി. എന്തിയെല്ലാരും എവിടെയാ പോണ? അത് ചിലപ്പോ അവര് കണ്ട് അത് പുറത്തേക്ക് പോണ വഴിയാണോ? പക്ഷെ അബദ്ധവശാൽ അവിടെ കൂടി വന്ന് വാലിൽ കൂടി കയറിപ്പോയാൽ തീർന്നെന്നാണ് പറയണത്. കയറാൻ പാടില്ല. കയറിയാൽ നമ്മൾ നെഗറ്റീവിനെ കയറ്റി എന്നാണ്. അയ്യോ, അവിടെ ഒരാളുണ്ടല്ലോ, വേറൊരു ഭീമസേനൻ. ഇതില് പോണണ്ട അറ്റത്ത്. കൊച്ചപ്പൊക്കെ വല്ല ഫോട്ടോ എടുക്കണം. എസ്തെറ്റിക്സ് എവിടെ നിന്നാണാവോ? ഇവിടെ ഒരു പോർഷൻ നമ്മൾ ഫുഡ് കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട്. എനിക്കറിയില്ല. എനിക്ക് ഇതിൽ ഒന്നാതെ കൂളിംഗ് ക്ലാസ് ആയിട്ട് ഒന്ന് കാണാൻ അതിന് ഒന്ന് പോസ്റ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത്. ഓക്കെ, ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ. ഇതിന് അവിടെ തണലേ ഉണ്ടാവും. അവിടെ പോയി നമുക്ക് ഇരിക്കാം, വിശ്രമിക്കാം. ഏതാ മീനൊക്കെ വെറുതെ ചാടി കളിക്കണ. എൻ്റെ അമ്മേ, എവിടെ പോയാ അങ്ങൊക്കെ ചാടി കളിക്കണേ ചുമ്മാ. അതെന്താണ്? ഇത് മുതലേണ? കാണാൻ പറ്റണണ്ട നേത്രങ്ങൾ വെച്ച്? ഇല്ല. മീനാണ് അതിന് വല്ല, പാമ്പാണ് അതിന് വല്ല, മുതലയാണോ? എല്ലാവരുടെയും ചെരുപ്പിന്ന് വെച്ചേക്കണുണ്ട്. അപ്പൊ കുഴപ്പമില്ല. അവിടെ എന്താണാവോ അറ്റത്ത്? അവിടെ ഒരു ബിൽഡിങ്. ബോട്ടിംഗ് ആണോ? അതുമല്ല, വഞ്ചിയാണോ കിടക്കണ? കയാക്കിങ് പോലത്തെ എന്താ സംഭവം? ഈ മീൻ ചാടിയാ പോരി, നമ്മൾ തെറിച്ചു പോവില്ലേ? ഇല്ലേ? നമ്മളിങ്ങനെ നമുക്ക് പോകാം, നോക്കാം. അവിടെ എനിക്കൊന്നിന് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാന്ന് തോന്നുന്നു. ഓ, ഇത് അടിയിലേക്ക് എന്താ ഇങ്ങനെ ഇറങ്ങി പോകാമോ വെറുതെ? അപ്പൊ കുഴപ്പമില്ല. എന്റെ കുഞ്ഞിന്റെ അവിടെ ഉണ്ടല്ലോ. അമ്പമ്പോ, ഇത് ആരെ നോക്കിയിരിക്കണേന്ന്? ഏതോ പെണ്ണിനെ നോക്കിയിരിക്കണേന്നാണ്. അടു പ്രാവ്. ഇവിടെ എന്തൊരു കാണാൻ വേണ്ടിട്ട്. എൻ്റെ അമ്മേ, അടു ചേറുണ്ട്. അത് എന്താ ഉള്ളതെന്ന് കയറി നോക്കട്ടെ. നീയോ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചല്ല, അപ്പൊ പറഞ്ഞില്ലല്ലോ. ഓ, അതിനാണോ കൊണ്ടുവരാലോ. ഞാൻ ചോദിച്ചു. അപ്പൊ ഡാഡി അപ്പൊ പൂപ്പൊന്നും പറഞ്ഞില്ല. അപ്പം ഡാഡിനോടൊക്കെ ചോദിച്ചു പറഞ്ഞ അവനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അവനെങ്ങനെ എത്തി ഫോട്ടോ എടുക്കും? അവൻ ഇരിക്കുവോ അവിടെ? എന്ത് അപ്പൊ തന്നെ
പിന്നെ സ്കീയിങ് ആണോ? കൈക്ക് ബലം വേണം, അല്ലെങ്കിൽ വലിച്ചുണ്ടും പോവും. വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അതിൽ കൂടി ആരെങ്കിലും ചാടിയാ? ചാടില്ല. ചാടിക്കഴിഞ്ഞാൽ വീട് എന്നുള്ളതുകൊണ്ടായിരിക്കും ആരും ചാടാത്ത. എക്സ്പീരിയൻസ് ആണെന്നല്ല. കണ്ട അവരിവിടെയൊക്കെ ഇത് ചെയ്ത് വെക്കൂലേ, കലമ്പാക്കൂലേ? ഇതിൽ എത്ര ആമക്കുട്ടന്മാരുണ്ടെന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? അധികം ആഴൂലട്ടോ എവിടെയൊക്കെ. വെള്ളത്തിൽ പോയി പണി കിട്ടും. ജില്ലും പടപട അല്ലേ? ലൈറ്റൊക്കെ കത്തി നല്ല കുറച്ചും കൂടി ഇവിടെ കണ്ടിട്ട് ഇതുവരെ ക്ലീനൊക്കെ ആണെന്ന് തോന്നണം. ഒരാൾ പട്ടിണിയായിട്ട് തോന്നുന്നു. അല്ലേ മിന്നലില്ലേ? ഇതിന് മിന്നലില്ല. അയ്യോ എന്റെ കൊച്ചും ഭർത്താവും പോയേ. അങ്ങനെ ഞങ്ങൾ ഇത് സ്റ്റോള് കണ്ട് നടന്ന് അടുത്ത പവലിയനിലെത്തി. നമ്മളിത് കാണണ്ട, തിരിച്ചു പോകാന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. കുറച്ച് ദൂരമുണ്ട്, 200 മീറ്റർ. എന്തോ അളക്കാൻ പോണേ. ഇങ്ങോട്ട് നീങ്ങ്. ഇവിടെയാണ് നമ്മൾ ആ ഒരു മനുഷ്യനെ. ഇവിടെ ഉണ്ടാ? അയ്യോ പൂച്ച, ആടുവിന്റെ പൂച്ച. ആടുവിന്റെ പൂച്ചിനെ കിട്ടി. പൂച്ച എങ്ങനെ കാണിക്കണ? ആട് എങ്ങനെ കാണിക്കണ? ഏതാ വേണ്ട? ഇത് വേണോ? ആട് കൊറേ ദിവസമായിട്ട് ആ വെള്ളം പോരെ. എത്രയാണ്? അത്രേ ഉള്ളൂ. സൈമൺ 50 bucks കൊടുക്കൂ. ഈ പവലിയന്റെ പേരറിയാമോ? പാട്ടൊക്കെ നടപ്പുണ്ടല്ലോ. പറഞ്ഞാൽ ചെയ്യൂല. കണ്ടേ അടുമാവും കളിക്കട്ടെ. ഇതെന്തോ ടെമ്പിളാണ്. നമ്മുടെ ബൈബിളിലൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാർ അല്ലെങ്കിൽ ഒരു പടം എന്ന് പറഞ്ഞ പോലെ ഇത് ഓരോ പലതരം പ്രതിമകളുണ്ട്. അല്ലെങ്കിൽ പല പല ദേവന്മാരാ രാക്ഷസന്മാരാ ഇതൊക്കെ ഇരിക്കും. എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് പിന്നെ ഒരു പ്രശ്നമില്ല, വായിക്കാനും പറ്റില്ല. ഓക്കെ, ഇവിടെ അടിയിൽ അതിൻ്റെ ഇതുമുണ്ട്. ഇങ്ങനൊരു പടമുണ്ട് അല്ലേ? ഇങ്ങനെ അടിയിലൊരു പടം, മുകളിലൊരു രൂപം, എന്തൊക്കെയോ. ഇയാൾ ആരാണാവോ? ഒരു ശാന്തത ഉണ്ടല്ലോ അയാളുടെ മുഖത്ത്. ഭീകരനല്ലല്ലേ പുള്ളി ഒരു ശാന്തശീലനാണല്ലേ മമ്മി? പുള്ളിയുടെ മുഖം നോക്ക്, മമ്മീൻ്റെ മുഖമായിട്ട് സാമ്യമുണ്ട്. അതെ, സഹോദരൻ.
是讲，主张分款所在，一来就以高号的千千女。在我到下出山事情实在太过可恼，如今农处大小于是，太过不应该，我要提农处可。 അങ്ങനെ നമ്മൾ കൗശിങ്ങിൻ്റെ ലോട്ടസ് പോണ്ടിലെത്തി. അപ്പോൾ ഇത് റിനോവേഷനിലാണ്, ഇപ്പോൾ കറൻ്റ് റിനോവേഷനാണ്. ബട്ട് നമ്മൾ ഇതിന് മുമ്പുള്ള വ്ളോഗ്സ് കണ്ടപ്പോഴേക്കും അതിനകത്തൊക്കെ ആളുകൾക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉള്ളിലെ പണി കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ഇല്ല, ഒന്നുമില്ല. ആടിന് വെയിൽ കൊള്ളണം. മാറി കൊട എടുക്കാം. കൊട ഉണ്ടായിരുന്നതൊക്കെ ബാഗിലായി പോയി. ഞാൻ ഇതിനായിട്ട് വന്യവും കരിഞ്ഞു. അപ്പോൾ ശ്വേതക്ക് കൊച്ചിന് നല്ല കൊച്ച് കിടന്ന് ഉറങ്ങണേണ്. ഇപ്പോൾ വെയിലായതുകൊണ്ട് ശ്വേത പറഞ്ഞു ഞാൻ വരുന്നില്ല അത്രയും നടക്കാൻ. അപ്പോൾ എന്നാ പണിയിപ്പിച്ചു. പക്ഷെ വീഡിയോസിന് ഞാൻ ഇങ്ങനെ 6 ആകാണെന്ന് അറിഞ്ഞിരുന്നില്ല. മേ ബി ഇത് പുതിയ കൺസ്ട്രക്ഷൻ ആണോ എന്നും അറിയില്ല. ഫാസ്റ്റ് ആളുകളുടെയൊക്കെ വീഡിയോസ് എടുത്ത് നോക്കേണ്ടി വരും. ഇത് എവിടെ കൂടിയാണ് കയറേണ്ടത്? അപ്പോൾ ഇതിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഡ്രാഗൻ്റെ ഉള്ളിൽ കൂടി കയറി പുലിയുടെ ഉള്ളിൽ കൂടി പുറത്തോട്ട് വരണം, അങ്ങനെയാണ് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ പ്രതിമയുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ റിനോവേറ്റ് ചെയ്യുന്നത് കൊണ്ട് അടച്ചു വെച്ചേക്കണേ. ബട്ട് നമുക്ക് കാണാൻ പറ്റും, ചെറിയ ഗ്യാപ്പിൽ കൂടി കാണാൻ പറ്റും അതിൻ്റെ പ്രതിമ ഉള്ളത്. തന്നെ പുലിയുടെ പുറത്തുകൂടിയാണ് വരേണ്ടത്. അപ്പോൾ വേറൊരു ടീം നേരെ തിരിച്ച് കയറാൻ പോയപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷനായി. സോ ഒരു ഫാമിലി നമ്മുടെ ഫ്രണ്ടിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം കയറി വരാമെന്ന് വിചാരിച്ചു. എനിക്ക് വീണ്ടും തെറ്റി, ടൈഗറിൽ കൂടിയാണ് കയറേണ്ടത്. അങ്ങനെ ഞാൻ ഫൈനലി കഷ്ടപ്പെട്ട് ഇത് തന്നെയാണ് ടൈഗറിൻ്റെ വഴിയാണ് കയറേണ്ടത് കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയത്. ഇതാണ് എൻ്റെ ഉള്ളിലുള്ള വ്യൂ. എനിക്കറിയില്ല എന്താണ് ഇവർ റിനോവേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എക്സ്റ്റേണൽ ആയിരിക്കും റിനോവേറ്റ് ചെയ്യുന്നത്. ഫുൾ റിനോവേറ്റ് ചെയ്യുകയാണ്. ഇത് ഫുള്ള് റിനോവേറ്റ് ചെയ്യുകയാണ്, പെയിൻ്റൊക്കെ അടിച്ച് നല്ല സൂപ്പറാക്കുകയാണ്. ഇപ്പോൾ ഇത് എക്സ്ക്ലൂസീവാണ്. ഈ പണി നടക്കണത് ഇനി ആർക്കും കാണാൻ പറ്റില്ലല്ലോ പണി നടന്നു കഴിഞ്ഞാൽ. ബട്ട് ഇതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റുമായിരുന്നു. ബട്ട് ആസ് ഇത് റിനോവേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. ഇവിടെ മൊത്തം കിടക്കണം. ഇതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റുമായിരുന്നു. കേട്ടോ, സ്റ്റെപ്പുണ്ട്, വേണമെങ്കിൽ കയറാം. ബട്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. വെള്ളം തെന്നി വീണിട്ട് ഈശ്വര. അപ്പോൾ നമ്മൾ സ്റ്റക്കായിരിക്കുകയാണ് ഗൈസ്. ഡോറൊക്കെ അടച്ചിട്ടേക്കണേണ്. നമ്മൾ തിരിച്ചു പോകണം ഇതേ വഴി തന്നെ. ഇല്ല, പോകാൻ പറ്റുന്നതാണ്. സോറി. ഇനി 6 ആഗ് പോലത്തെ കുന്തം മൊത്തം പോണം. അവരവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനത്തെ ഇന്നത്തെ ഒരു സ്ഥലം ഏകദേശം വിസിറ്റൊക്കെ കഴിഞ്ഞു. ഇവിടെയും ഒരു ടെമ്പിൾ ഉണ്ട്.
ഇനി ഇതിന് തൊട്ടപ്പുറത്തൊരു വാട്ടർ സ്പോട്ട് ഉണ്ട്. ലൈക്ക് സ്കീയിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക്, വാട്ടർ സ്കീയിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1500 NT. സോ ഇത് പറയുമ്പോൾ ഒരു 4000 രൂപയുടെ അടുത്ത്. 4000 രൂപയുടെ അടുത്തല്ല, ഒരു 4000 രൂപ അടുത്ത്, ഒരു 3700-800 രൂപ നാട്ടിലാണ് വരും വാട്ടർ സ്കീയിങ്. ബട്ട് അത് അടിപൊളിയാണ്. ബട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം. എനിക്കൊന്നും അതേ വരെയാക്കും നീന്താനും അറിയില്ല, കുറേ കാലമായി നീന്തിയിട്ട്. സോ റിസ്ക് എടുക്കുന്നില്ല. പിന്നെ ഈ കുളത്തിൽ നിറച്ച ആമയും മീനുമാണ്. ഇതിപ്പോൾ ക്യാമറയിൽ കൂടി കാണാൻ പറ്റില്ല, ബട്ട് ഫുൾ മീനാണ്, നിറച്ച ആമയുമാണ്. ഈ ചെറിയ മോഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നിറച്ച മീനാണ്. അങ്ങനെ നമ്മൾ കൗഷിംഗ് ലോട്ടസ് പോണ്ടിൻ്റെ വെളിയിലെത്തി. ഇവിടെ രാത്രി എന്തോ പരിപാടിയുണ്ട്. ഇവിടെ നാഷണൽ ഡേ ആയിരുന്നല്ലോ ഇന്നലെ. സോ ഇവിടെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. അവിടെ എന്തോ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ഫ്രണ്ടിൽ. പിന്നെ അവിടെ ഫുള്ള് ഫുഡും കാര്യങ്ങളും ഒക്കെയാണ്. ദേ ഇരിക്കുന്നു നമ്മളുടെ ഭാര്യയും അപ്പനും അമ്മയും. ഞാനീനെ കാണുന്നില്ല, എവിടെ പോയിന്ന് അറിയാനും പാടില്ല. അതെ, മതിയാക്കി അങ്ങനെ. അയ്യോ, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അപ്പ്, ഇപ്പുറത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഡൗണ്. ഇപ്പൊ മാക്സിമം ഡൗൺ കിടക്കണേ. സ്പീഡ് കഴിഞ്ഞിട്ട് സ്പീഡ് കൂടുമ്പോ നമുക്ക് അറിയാൻ പറ്റും, മറ്റേ പടപടാന്നായി പോകും. അപ്പൊ അപ്പ് ചെയ്യാം. മമ്മി വരും, മമ്മി വരൂട്ടാ, മമ്മി വരൂട്ടാ. അയ്യോ, അതിൻ്റെ ഉള്ളിൽ ഞാൻ തുപ്പിട്ടിട്ടുണ്ടായി. മമ്മി വരും, മമ്മി വരും. ഹലോ, ഞങ്ങളിപ്പോൾ കാസ്റ്റിങ്ങിലെ ലാബ് പേപ്പർ ഫോട്ടിങ്ങിന് വേണ്ടി കയറിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 3 ഫോട്ടോ നോക്കട്ടെ. എല്ലാവരും അടിച്ചിട്ടുണ്ട്. കൊതുകുണ്ടാവുമായിരിക്കും ഈ സമയത്ത്. ഇനി സ്പ്രേ ഇല്ലല്ല, സ്പ്രേ ബാഗിലില്ലെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും ആയിപ്പോട്ടുണ്ട്. നടുമ്പോ ഇപ്പൊ ഒരു വീഴ്ചയൊക്കെ അവിടെ വീണിട്ടിരിക്കണേ. അതേ കണ്ടില്ലേ, മോക്കൊക്കെ ഇവിടെ ചതഞ്ഞിട്ടുണ്ട്. കണ്ട ബോട്ട് സ്റ്റാർട്ട് ആയിട്ടാ. ഒരു ഒച്ചയില്ല, നമ്മുടെ അവിടുത്തെ ബോട്ട് പോലെയല്ല, ഒച്ചയാണ് അങ്ങനെയില്ല. അറിയണേ കണ്ടില്ലേ. ഇത് 3 മണിക്കാണ് തുറക്കണത്. അപ്പൊ രാവിലെ 3 തൊട്ട് 3 മണി വരെ ചാർജ് ആവുന്നത്. ബോട്ട് ഫുൾ ചാർജ് ആവും. ആ ദിവസത്തെ പൈസ അങ്ങനെ കിട്ടും. ഇത് ഫുള്ളൊരു ടൈം ലാപ്സ് എടുത്താലോ അല്ലേ?就是栏杆比较低了，这个栏杆对谁比较有影响？这种比较小的抱在手上的哈，所以父母把那个小朋友抱在手上就好，不要让他下来走动哈。因为栏杆那里间隔比较大啊，对这种小朋友是没办法，所以不要让他们走动就可以。其他人要站起来拍照可以的哈，走道可以走动。但是你们在船上拍照，记得手不要拿出去这样拍，怕你拿不稳啊。我们这条河全台湾最大的养鸡场，专门养手机跟相机。这个绝对不是骗大家的哈。你们今天来搭的是什么河啊？前一阵子叫苹果河。什么手机掉最多啊？
就今天就改航道都往这边来啊。你们现在看到这个港湾里面的很多漂亮的建筑物，都属于同一个设施。知道这一间叫什么吗？哎，高雄的流行音乐中心，这是它的主场馆。对面那一栋是流行音乐中心的副场馆，岸边还有6栋四方形。也是流行音乐中心小的场馆，全部都属于流行音乐中心。它的差别在里面的大小跟座位而已。主场馆的座位3700，它可以用来开演唱会，5500人左右的容量。副场馆没有在开演唱会，没有座位的，它是展演厅。小的场馆可以开演唱会，200个座位到1000个座位。我刚有说这些场馆全部属于高雄市文化局的，艺人来租就开演唱会嘛。其实谁都可以来租借，有钱就好。展度办的这个大会哈。刚有说那个流行中心室内演唱会大概5500人，这个外面哈也可以开哦。这个是它室外的场地，可以容纳1万人，你不要看它很小啊。今天现在有舞台了，对不对？这个舞台现在就要举办什么？你们知道打火机啊？这几天有啊。你们想要听，没买票的话就在外面听了哈。有买票那个围起来的可以进去里面哈。大概就今天晚上开始到13号。岸边还有6栋四方形。പ്രേക്ഷകരോടും തായ്വാനോടും വിയറ്റ്നാമിനോടും ഞങ്ങളങ്ങനെ വിയറ്റ്നാമിൽ നിന്ന് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് വിയറ്റ്നാമിലായിരുന്നു ലേ ഓവർ കഴിഞ്ഞ് വിയറ്റ്നാമിൽ നിന്ന് ഇപ്പം കയറി ലൈറ്റ് പോയി പരിപൂർത്തി സമാപനം എല്ലാമായി ഗുഡ് ബൈ ഗുഡ് നൈറ്റ് ഇനി അടുത്ത ട്രിപ്പിൽ അടുത്ത വ്ലോഗുമായി കാണാം അതുവരേക്കും ബൈ ബൈ.